ആശ്ചര്യചർവണ സുവിസ്മിത സർവലോക സർവാവലോകന ഘനോത്പല വർഷകൃഷ്ണം രത്നാംശുജാലകചിതം മൃഗമീക്ഷമാണ സാസീത് സഭാ കമലിനി ലിപിനിർമ്മിദേവ. വസിഷ്ഠ മഹർഷി ഒരു മഹർഷിയാണ് എന്നുള്ളതല്ലാതെ അദ്ദേഹം ഒന്നാന്തരം അല്ല, വസിഷ്ഠ മഹർഷിയല്ല, വാൽമീകി. അദ്ദേഹം രാമായണത്തിൻ്റെ രചയിതാവാണ്, മഹാതപസ്വിയാണ്. പക്ഷെ അദ്ദേഹം ആദി കവിയാണ് എന്നുള്ള കാര്യം നാം മറക്കരുത്. കവി എപ്പോഴും കവിയുടെ കണ്ണുകളിലൂടെ മാത്രമേ കാണുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ കാഴ്ചയെ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ അവതരിപ്പിക്കുകയോ വിവരിക്കുകയോ ചെയ്യുന്നത് പോലെ ആവില്ല. അത് ഒന്ന് വേറിട്ടതായിരിക്കും, പ്രത്യേകതകളുള്ളതായിരിക്കും. ആശ്ചര്യചർവണ സുവിസ്മിത സർവലോക സർവേഷാം സഭാസദാം അവലോകനലക്ഷണൈർ ഘനൈർ നിബിഡൈരുത്പലവർഷൈഃ കൃഷ്ണം നീലവർണീകൃതമിവ സ്ഥിതം. സഭാവാസികളെല്ലാം ഈ മാനിലേക്ക് തന്നെ മെഴിനട്ടവരായിരുന്നു. അവരുടെ ആ നിരന്തരം ഉള്ള നോട്ടം അത് ഒരു ഉത്പല വർഷം പോലെ, ആമ്പൽ പൂക്കളുടെ മഴ പോലെ ഈ മാനിൻ്റെ പുറത്ത് പതിച്ചുകൊണ്ടിരുന്നു. ആമ്പൽ പൂവിന് ശ്യാമവർണ്ണമാണുള്ളത്, നീല ആമ്പൽ എന്നാണ് പറയുന്നത്, നല്ല നീലവർണ്ണത്തിലുള്ളതാണ്. അങ്ങനെ കൃഷ്ണം നീലവർണീകൃതമിവ സ്ഥിതം. ജനങ്ങളുടെ തുടരെയുള്ള ആ നോട്ടം കൊണ്ട്, നിരന്തരമായ നോട്ടം കൊണ്ട് ഈ മാനിൻ്റെ ശരീരത്തിൽ ഒരു ശ്യാമവർണ്ണം വ്യാപിച്ചതുപോലെ ആയിത്തീർന്നു. സർവാവലോകന ഘനോത്പല വർഷകൃഷ്ണം. ആമ്പലുകൾ വർഷിക്കുമ്പോൾ എല്ലായിടവും ശ്യാമവർണ്ണമാകുന്നത് പോലെ സഭാവാസികളുടെ നിരന്തരമുള്ള നോട്ടം കൊണ്ട് ഈ മാനിൻ്റെ ശരീരം ശ്യാമവർണ്ണം കൈക്കൊണ്ടതുപോലെ തോന്നി. നാനാവിധ രത്നാനാം അംശുജാലൈഃ കാന്തിസമൂഹൈഃ രചിതം കാന്തിസമൂഹൈരചിതം പരിഷ്കൃതം തം. പലവിധ രത്നങ്ങൾ ഈ മാനിൻ്റെ ശരീരത്തിൽ പതിപ്പിച്ചതുപോലെ ജനങ്ങൾക്ക് തോന്നി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിമനോഹരമായ പുള്ളികൾ, പ്രകാശിക്കുന്ന പല വർണ്ണങ്ങളിലുള്ള പുള്ളികൾ കൊണ്ട് അനേകം രത്നങ്ങൾ ഈ മാനിൻ്റെ ശരീരത്തിൽ പതിച്ചിട്ടുണ്ടോ എന്ന് ആളുകൾ ശങ്കിച്ചു. പിന്നെ ആ സഭാമണ്ഡപത്തിലുള്ള തൂണുകളിലും പലതരത്തിലുള്ള രത്നങ്ങൾ സ്ഥാപിച്ചിരുന്നു. ആ രത്നങ്ങളുടെ അംശുജാലം കൊണ്ട്, എന്ന് പറഞ്ഞാൽ അവയുടെ കിരണങ്ങൾ കൊണ്ട്, ആ രത്നങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന രശ്മികൾ കൊണ്ട് കാന്തി സമൂഹൈഃ രചിതം പരിഷ്കൃതം തം. അങ്ങനെ അതിമനോഹരമായി കാണപ്പെടുന്ന ആ മൃഗത്തെ, മാനിനെ വീക്ഷമാണ സഭ, നോക്കിക്കൊണ്ടിരുന്ന ആ സഭ ആശ്ചര്യസ്യ അദ്ഭുതരസസ്യ യച്ചർവണം വിഗളിത വേദ്യാന്തരതയാ അന്തരാസ്വാദനം തേന സുവിസ്മിത വിസ്മയ ജഡീകൃത സർവേ ലോക യസ്യാം തഥാവിധാ സതി ലിപിനിർമ്മിത ചിത്രലിഖിത കമലിനി പത്മവനീവ ആസീത്. ആ സഭയെ വർണ്ണിക്കുകയാണ്. ഈ മാനിനെ അവർ വളരെ ആശ്ചര്യത്തോടു കൂടി നോക്കി. ആ അദ്ഭുത രസത്തെ അവർക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. അദ്ഭുതം കൊണ്ട് അവർ മറ്റുള്ളതിനെയെല്ലാം മറന്നു. അതുകൊണ്ട് ഈ മാനിൻ്റെ ശരീരഭംഗിയെപ്പോലും വേണ്ടവണ്ണം അവർക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ഭുതം എന്ന വികാരമായിരുന്നു അവരുടെ മനസ്സിൽ മുന്നിട്ട് നിന്നത്. അതുകൊണ്ട് ഈ മാനിൻ്റെ സൗന്ദര്യം പോലും ആസ്വദിക്കാൻ പറ്റാതെ വിഗളിത വേദ്യാന്തരതയ, മറ്റൊന്നിനെയും അറിയാൻ കഴിയാത്തവരായി, മറ്റൊരു ചിന്തയും ഉള്ളിൽ ഉദിക്കാത്തവരായി, അന്തരാസ്വാദനം
ഉള്ളിൽ തന്നെ ഈ മാനിൻ്റെ ഭംഗിയെ അവർ രസിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് വിസ്മയത്തെ പ്രാപിച്ചവരായി. വിസ്മയ ജഡീകൃതാഹ, വിസ്മയം കൊണ്ട് സ്തബ്ധരായിപ്പോയി. അത്യാശ്ചര്യം കൊണ്ട് ശിലകളെപ്പോലെ ആയി തീർന്നു ആ സഭാവാസികൾ. ആളുകൾക്ക് ജീവനുണ്ടോ, അവർ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റാത്ത വിധം സ്തബ്ധരായി സഭാവാസികൾ നിലകൊണ്ടു. സർവേ ലോകാഹ, അങ്ങനെയുള്ള ജനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആ സഭ, യസ്യാം തഥാവിധാസതി, ആ സഭ ഇപ്പോൾ എങ്ങനെ കാണപ്പെട്ടു എന്ന് ചോദിച്ചാൽ ആ സഭയിൽ ഒരനക്കം പോലുമില്ല, ഒരു സ്പന്ദനം പോലുമില്ല, ആരും അനങ്ങുന്നില്ല. മിഴികൾ പോലും ചിമ്മാതെ ഈ മാനിനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ സഭയെ കണ്ടാൽ എങ്ങനെ തോന്നും എന്ന് ചോദിച്ചാൽ പടത്തിൽ വരയ്ക്കപ്പെട്ട ഒരു സഭ പോലെയായിത്തീർന്നു. പടത്തിലെ സഭ ചലിക്കുകയില്ലല്ലോ, കാരണം അത് പടമാണ്. ഒരു സഭയുടെ പടം വരച്ചു വെച്ചാൽ എങ്ങനെയാണോ അത് ചലിക്കാതിരിക്കുന്നത്, അതുപോലെ പരിപൂർണമായി നിശ്ചലമായി തീർന്നു ആ ദശരഥ രാജസഭ. ലിപിനിർമ്മിത ചിത്രലിഖിത കമലിനി പത്മവനീവ ആസീത്. പടത്തിൽ വരയ്ക്കപ്പെട്ട സഭ പോലെയല്ല, ഒരു പടത്തിൽ വരയ്ക്കപ്പെട്ടിട്ടുള്ള ഒരു താമരപ്പൊയ്ക പോലെ കാണപ്പെട്ടു ആ സഭ. ആ സഭാവാസികൾ ഓരോരുത്തരും താമരപ്പൂക്കൾ പോലെ അത്യന്തം സുന്ദരന്മാരോ സുന്ദരിമാരോ ഒക്കെ ആയിരുന്നു. പക്ഷേ അതിനെ ഒരു പടത്തിൽ, ഒരു ചിത്രത്തിൽ ആലേഖനം ചെയ്താൽ എങ്ങനെ അത് ചലിക്കാതിരിക്കുമോ, അതുപോലെ അനേകം താമരകൾ വിടർന്ന് വിലസുന്ന ഒരു പൊയ്ക, താമരപ്പൊയ്കയുടെ പടം ഒരു ചിത്രകാരൻ വരച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ആയിത്തീർന്നു ആ സഭ എന്ന് പറഞ്ഞ് 129 സർഗം അവസാനിപ്പിക്കുകയാണ് വാൽമീകി. ഇനി നമുക്ക് 130 സർഗം വായിക്കാം. ഈ മാൻ അവിടെ വന്നു. ഈ മാനിന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതും കൂടെ നമ്മൾ അറിയണം. വസിഷ്ഠ മഹർഷി തൻ്റെ ദിവ്യശക്തി കൊണ്ട് ഈ മാനിന് പൂർവ്വജന്മസ്മൃതിയൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ വിഭജിത്തിൻ്റെ പഴയ രൂപം കൊടുക്കാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറ്റെന്തെങ്കിലും അവിടെ സംഭവിക്കാൻ പോവുകയാണോ എന്നുള്ളത് നമുക്ക് വഴിയേ കാണാം. ശ്രീ വാൽമീകിരുവാച, വാൽമീകി മഹർഷി പറഞ്ഞു, അധ രാമ ഉവാചാസ്യ മുനേ കേന വിപശ്ചിതഃ സ്യാദുപായേന ദുഃഖാന്തഃ പ്രാക്തനാത്മോദയാദിതി. വാൽമീകി പറഞ്ഞു. വാൽമീകി എന്താ പറഞ്ഞത്? രാമൻ വസിഷ്ഠനെ നോക്കി വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു എന്നാണ്. എന്ത് ചോദിച്ചു? അധ രാമ ഉവാച. ഈ മാനിനെ ആ സഭാമധ്യത്തിൽ കൊണ്ടുവന്ന് നിർത്തി. മാൻ അവിടെ ഇവിടെയൊക്കെ തറയിൽ പുല്ലുണ്ട് എന്ന് വിചാരിച്ച് ഓടി നടന്നു. ഈ മാനിൻ്റെ ശരീരഭംഗി കണ്ട് സഭാവാസികളെല്ലാം അതിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ആ വേളയിൽ രാമൻ വസിഷ്ഠനോടൊരു ചോദ്യം ചോദിച്ചു. മുനേ കേന വിപശ്ചിതഃ സ്യാദുപായേന ദുഃഖാന്തഃ പ്രാക്തനാത്മോദയാദിതി. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യജന്മത്തേക്കാൾ നികൃഷ്ടമാണ് മൃഗജന്മം എന്ന് പറയുന്നത്. മൃഗജന്മം, മൃഗങ്ങളായി ജനിക്കുന്നത് ഒരിക്കലും മനുഷ്യജന്മത്തെക്കാളും ഉയർന്ന ഒരു സ്ഥിതിയല്ല. ഇപ്പം രാമന് ആ മാനിനോട് കനിവ് തോന്നിയിട്ട് വസിഷ്ഠ മഹർഷിയോട് ചോദിക്കുകയാണ്, മഹർഷേ മുനേ കേന ഉപായേന ദുഃഖാന്തഃ. ഈ മാനിൻ്റെ ദുഃഖങ്ങൾക്ക് നമ്മൾ അറുതി വരുത്തണം. മാനായി ജനിച്ചിരിക്കുന്നത് വിപശ്ചിത്താണ്. ആ വിപശ്ചിത്ത് ആണ് താൻ എന്ന സ്മരണ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. മാനിൻ്റെ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ അങ്ങ് വിചാരിച്ചാൽ ആ മാനിന് അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മമായ വിപശ്ചിത്ത്, താൻ വിപശ്ചിത്തായിരുന്നു എന്ന ഒരു സ്മരണ മഹർഷേ അങ്ങേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലേ?
അങ്ങനെ അതിൻ്റെ ദുഃഖങ്ങൾക്ക് അറുതി വരുത്താൻ കഴിയുകയില്ലേ? പ്രാക്തന ആത്മോദയാദിതി, പ്രാക്തന ആത്മാ വിപശ്ചിദ്ദേഹ, കഴിഞ്ഞ ജന്മം എന്ന് പറഞ്ഞാൽ വിപശ്ചിത്തിൻ്റെ ജന്മം, വിപശ്ചിത്തിൻ്റെ ആ ശരീരം, തസ്യ ഉദയാത്, അതിനെ നമുക്ക് വീണ്ടും ഈ വിപശ്ചിത്തിന് നൽകാൻ പറ്റില്ലേ? പുനരാവിർഭാവാത്, അങ്ങനെ പഴയ വിപശ്ചിത്തായി അദ്ദേഹം മാറിയാൽ ജ്ഞാനേന വാസ്തവാത്മാവിർഭാവാച്ച ഇതി രാമ ഉവാച ഇത്യന്വയ. വിപശ്ചിത്തായി മാറിക്കഴിഞ്ഞാൽ വിപശ്ചിത്തിന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ഈ മാനിന് ആത്മതത്വത്തെക്കുറിച്ചോ ദൃശ്യം ഭ്രമമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചോ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ മാനിന് താൻ വിപശ്ചിത്തായിരുന്നു എന്ന സ്മരണയുണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് ആത്മജ്ഞാനം അതിനെ ഉപദേശിച്ചു കൊടുക്കണം. അങ്ങനെ ആ വിപശ്ചിത്ത് ഈ സംസാര ബന്ധത്തിൽ നിന്നും രക്ഷപ്പെടട്ടെ. അതിന് അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ മഹർഷേ? ഇതാണ് രാമൻ്റെ ചോദ്യം. പരമകാരുണികനായിരുന്നു രാമൻ എന്നുള്ളത് ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. ഒരു മാനിനോട് പോലും ഇത്രയേറെ കാരുണ്യം കാണിക്കുന്ന ആ ഭഗവാനായ ശ്രീരാമൻ നമ്മോട് കാരുണ്യം കാണിക്കില്ല എന്നുണ്ടോ? ഭഗവാൻ പരമകാരുണികനാണ്, കാരുണ്യത്തിൻ്റെ നിറകുടമാണ് ഭഗവാൻ. പക്ഷേ ആരും അദ്ദേഹത്തെ വേണ്ട പോലെ ആശ്രയിക്കുന്നില്ല. എന്നിട്ട് ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. എൻ്റെ ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിച്ച് തരുന്നില്ല, ഞാൻ എന്തൊക്കെ വഴിപാട് നടത്തി, എന്തൊക്കെ നേർച്ചകൾ നേർന്നു, ഉണ്ണിയപ്പം, പാൽപ്പായസം, എന്തൊക്കെ നിവേദ്യങ്ങളാണ് ഞാൻ സമർപ്പിച്ചത്. അല്ല, നിങ്ങൾ സമർപ്പിച്ചു എന്ന് പൊങ്ങച്ചൻ പറയുന്നുണ്ടല്ലോ, ഭഗവാൻ നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചുവോ? ഇല്ലല്ലോ. ചോദിക്കാതെ ഒരു കൈക്കൂലി എന്നോണം ഭഗവാന് ഇതെല്ലാം കൊണ്ട് കൊടുത്തിട്ട് എന്നെ ഭഗവാൻ കൈയൊഴിഞ്ഞു, ഞാൻ കൊടുത്തതെല്ലാം വാങ്ങിച്ചോണ്ട് എന്നെ കൈവിട്ടു, എന്നെ വഞ്ചിച്ചു എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. ഈ മാനിന്, അല്ലെങ്കിൽ മാനിൻ്റെ രൂപത്തിലുള്ള വിപശ്ചിത്തിന് മഹർഷേ അങ്ങ് ആത്മതത്വം ഉപദേശിച്ച് അദ്ദേഹത്തെ മോക്ഷത്തിലേക്ക് നയിക്കാൻ പറ്റില്ലേ? ഇതാണ് രാമൻ്റെ ചോദ്യം. വസിഷ്ഠ മഹർഷി അതിനെന്താ ചെയ്തേക്കാം എന്ന് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ കൈമലർത്തുകയാണോ അദ്ദേഹം ചെയ്തത്? നോക്കാം എന്തുകൊണ്ട് വസിഷ്ഠ മഹർഷി കൈമലർത്തി എന്നുള്ളത്. വസിഷ്ഠ മഹർഷിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? ആത്മജ്ഞാനികൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ജ്ഞാനം നേടുന്ന കാര്യത്തിൽ അവർക്ക് വഴി കാണിക്കാൻ മാത്രമേ പറ്റൂ. നമ്മെ മറ്റൊരു രീതിയിലും അവർക്ക് സഹായിക്കാൻ സാധ്യമല്ല. അത് അവരുടെ പോരായ്മയല്ല, അങ്ങനെയാണ് കാര്യങ്ങൾ. സെറ്റപ്പ് അങ്ങനെയാണ്. നമ്മളൊരു സെറ്റപ്പ് എന്ന് പറയത്തില്ലേ, ആ സെറ്റപ്പ് അങ്ങനെയാണ്. ജ്ഞാനിക്ക് പോലും ഒരാളെ ആത്മജ്ഞാനത്തിലേക്ക് നേരിട്ട് നയിക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തിന് ആത്മതത്വം ഉപദേശിച്ചു കൊടുക്കാം. അത് വേണ്ടവണ്ണം കേട്ട് മനനം ചെയ്ത് ഉള്ളിലെ അവിദ്യയെ നശിപ്പിച്ച് ജ്ഞാനം നേടേണ്ടത് ശിഷ്യൻ്റെ കർത്തവ്യമാണ്. അതിൽ ഗുരുനാഥന് ഒരു രീതിയിലും സഹായിക്കാൻ പറ്റില്ല. സഹായിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ബാലകൃഷ്ണൻ നായർ സാറ് നമ്മളെയൊക്കെ എന്നേ മോക്ഷപദത്തിലേക്ക് നയിച്ചേനെ. എന്തുകൊണ്ട് നമ്മളിപ്പോഴും ഒരുത്തൻ വാസിഷ്ഠം വായിക്കുന്നു, മറ്റുള്ളവർ കേട്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ എന്തിന് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരാചാര്യന് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. കുഞ്ഞെ, ഞങ്ങളുടെ വാക്ക് ശ്രദ്ധിക്കൂ, ശ്രദ്ധിച്ച് അത് ഉൾക്കൊണ്ട് വിചിന്തനം ചെയ്യൂ. അങ്ങനെ മാത്രമേ നിനക്ക് രക്ഷ നേടാൻ കഴിയൂ. ഇപ്പോൾ വസിഷ്ഠ മഹർഷി എന്ത് പറയുന്നു എന്ന് നോക്കാം. ശ്രീ വസിഷ്ഠ ഉവാച യേനൈവാഭ്യുദിതാ യസ്യ തസ്യ തേന വിനാ ഗതിഃ
ന ശോഭതേ ന സുഖദ നഹിതായ ന സദ്ഫല. രാമ, ഓരോരുത്തൻ സ്വയം ഉണ്ടാക്കി വെച്ച വിനയാണ്. അതിന് പരിഹാരം ജ്ഞാനികൾക്ക് പോലും ചെയ്യാൻ സാധ്യമല്ല. അവനവൻ ഉണ്ടാക്കി വെച്ച വിന അവനവൻ തന്നെ അതില്ലാതാക്കണം. ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ രിപുരാത്മനഃ. ഞാനും ദുർഗാനന്ദ സ്വാമിയും കൂടെ ഉദ്ധരിക്കുന്ന ഒരു ശ്ലോകമാണിത്. കാരണം ഇങ്ങനെയുള്ള ശ്ലോകങ്ങൾ ഉദ്ധരിക്കാതെ പ്രഭാഷണം ചെയ്യാൻ പറ്റില്ല. മുത്തുമുത്ത് പോലെയുള്ള പദ്യങ്ങളാണ്. അത് പറയാതെ കടന്നു പോകുന്നത് ന്യായമല്ല. ഇതൊക്കെ പറഞ്ഞു തന്നെ മുമ്പോട്ട് പോകണം. എന്നാലേ ആ പ്രഭാഷണം അല്ലെങ്കിൽ സത്സംഗം ഫലപ്രദമാവുകയുള്ളൂ. യേനൈവ അഭ്യുദിത യസ്യ തസ്യ തേന വിനാഗതിഹി. ആര് കാരണമായിട്ടാണോ ഒരാൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെന്നുപെടുന്നത്, അവനിലൂടെ മാത്രമേ ആ സാഹചര്യത്തിൽ നിന്ന് പുറത്തു കടക്കാനും പറ്റൂ. എന്തുകൊണ്ട് വസിഷ്ഠ മഹർഷി ഇങ്ങനെ പറയുന്നു? ആര് കാരണമായിട്ടാണ് വിപശ്ചിത്തുകൾക്ക് ഇങ്ങനെ പലതരം ബ്രഹ്മാണ്ടങ്ങളിലും പല അനുഭവങ്ങളിലൂടെയും കടന്നു പോകാനിടയായത്? അഗ്നിയുടെ വരപ്രസാദം. അഗ്നിദേവനോട് എരന്നു വാങ്ങിയതാണ്. ആഗ്രഹിച്ചത് വിപശ്ചിത്തുകളാണ്, ശരി തന്നെ. പക്ഷേ ഈ ദൃശ്യത്തിൻ്റെ അന്തം കാണുന്നതിന് മുമ്പ് ഞങ്ങൾ മരിച്ചു പോയാലോ, ഈ ശരീരം നഷ്ടമായാലോ എന്ന് അഗ്നിദേവനോട് അവർ ചോദിച്ചപ്പോൾ, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. ഒരു ശരീരം നഷ്ടമായാൽ മറ്റൊരു ശരീരം നിങ്ങൾക്ക് ലഭിക്കും. ആ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ ദൃശ്യമണ്ഡലത്തിൻ്റെ അന്തം അന്വേഷിച്ചു കൊണ്ട് തന്നെ ഇരിക്കും എന്ന് അഗ്നിദേവനാണ് വരം നൽകിയത്. ഇപ്പോൾ അതിനെ മാറ്റിമറിച്ചുകൊണ്ട് ഇവർക്ക് ഈ വിപശ്ചിത്തിന് പഴയ രൂപം നൽകിക്കൊണ്ട് ആത്മതത്വം വസിഷ്ഠ മഹർഷി ഉപദേശിച്ചാൽ അത് ഫലിക്കില്ല എന്നാണ്. അപ്പോൾ ഇനി എന്ത് വേണം? ആ അഗ്നിദേവനെ തന്നെ ശരണം പ്രാപിക്കണം. വസിഷ്ഠ മഹർഷിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, അദ്ദേഹം മഹാജ്ഞാനിയല്ലേ, അദ്ദേഹത്തിന് ഉപദേശിക്കാനുള്ള കഴിവില്ലേ? എല്ലാം ഉണ്ട്. പക്ഷേ വസിഷ്ഠ മഹർഷി പറയുന്നത്, ആരുടെ അനുഗ്രഹം കൊണ്ട് ആണോ ഇവർ 4 പേരും ആരുടെ വരം നേടിയിട്ടാണോ ഈ ദൃശ്യങ്ങളെ അനുഭവിക്കാനായി അല്ലെങ്കിൽ ദൃശ്യങ്ങളുടെ അന്തം കണ്ടെത്താനായി യാത്ര തിരിച്ചത്, ആ ദേവനെ തന്നെ ശരണം പ്രാപിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അംബരീഷനോട് അല്ല, ദുർവാസാവിനോട് അംബരീഷൻ എന്താ പറഞ്ഞത്? ദുർവാസാവിനെ സുദർശന ചക്രം ഓടിക്കുകയാണ്. 3 ലോകങ്ങളിലും ചെന്നു. ബ്രഹ്മദേവൻ്റെ കാൽക്കൽ വീണു, മഹാവിഷ്ണുവിൻ്റെയും കാൽക്കൽ വീണു. അദ്ദേഹത്തിൻ്റെയാണ് ഈ ചക്രം, സുദർശന ചക്രം. ശിവഭഗവാന്റെയും കാൽക്കൽ വീണു. എന്നെ രക്ഷിക്കണേ പ്രഭോ, ഈ സുദർശന ചക്രം എൻ്റെ ജീവൻ അപഹരിക്കാനായി എന്നെ തുരത്തുന്നു. എവിടെയൊക്കെ ഓടിയിട്ടും ആരുടെയൊക്കെ കാൽക്കൽ ചെന്ന് വീണിട്ടും ഒരു രക്ഷയില്ല. അവസാനം മഹാവിഷ്ണു പറഞ്ഞു, രക്ഷപ്പെടാനുള്ള ഒരു മാർഗം പറഞ്ഞു തരാം. ചക്രം എൻ്റേതാണെങ്കിലും ഇത് നിന്നെ ഓടിക്കാൻ കാരണം നീ ആ അംബരീഷൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ദുഃഖം തീർത്തു കൊടുക്ക്, അദ്ദേഹത്തിൻ്റെ കാൽക്കൽ ചെന്ന് വീഴ്. ഈ സുദർശന ചക്രം പഴയതുപോലെ എൻ്റെ കൈകളിൽ തന്നെ തിരിച്ചെത്തും. മഹാവിഷ്ണുവിന് പോലും പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൈയൊഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇവരിങ്ങനെ സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. അതാണ്, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. അവന് ജ്യൂസ് കുടിപ്പിച്ചാലൊന്നും അവൻ്റെ ദാഹം ശമിക്കുകയില്ല. വേറെ ആർക്കും അവനെ ആ ദുസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കാൻ സാധ്യമല്ല. യേനൈവാഭ്യുദിത യസ്യ തസ്യ തേന വിനാഗതി. ആരുടെ അനുഗ്രഹം കൊണ്ടാണോ ഇവർ അനന്തമായ പ്രപഞ്ചത്തിൻ്റെ അന്തം തേടി യാത്രയായത്, ആ അഗ്നിദേവനെ തന്നെ ശരണം പ്രാപിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല രാമ. ഞാൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഐ ആം അബ്സല്യൂട്ട്ലി ഹെൽപ്ലെസ്. ബാലകൃഷ്ണൻ നായർ സാറും ഏതാണ്ട് ഇതേപോലെയൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്.
നിങ്ങൾ ചുമ്മാ എല്ലാ ആഴ്ചയും ഇവിടെ വന്ന് ഈ വയസ്സിനെ കണ്ടിട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എൻ്റെ വാക്കുകൾ നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഈ തത്വബോധം ഉറപ്പിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. ചുമ്മാതെ ഇവിടെ വന്ന് എന്നെ കണ്ടിട്ട് പോയത് കൊണ്ട് ഒരു കാര്യമില്ല കുഞ്ഞുങ്ങളെ എന്നാണ് ബാലകൃഷ്ണൻ സാറും പറഞ്ഞത്. എന്നാലും നമ്മൾ വിടില്ല, പിന്നെയും ചെന്ന് ശല്യം ചെയ്തുകൊണ്ടിരുന്നു. നമ്മളങ്ങനെ അത്ര പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കുന്ന ആൾക്കാരല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ അവിടുന്ന് വല്ല പൊട്ടോ പൊടിയോ ഒക്കെ വീണ് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ വളരെ കനിവ് തോന്നി നമ്മുടെ തലയിൽ കൈവച്ച് കുഞ്ഞെ നീ ജ്ഞാനിയാവട്ടെ എന്ന് വല്ലതും പറയുകയാണെങ്കിൽ അങ്ങനെ സംഭവിച്ചുകൂടുന്നില്ലല്ലോ. പല മഹാന്മാരും ഇങ്ങനെ അവരുടെ ദിവ്യസിദ്ധികളിലൂടെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചതായിട്ട് ചരിത്രമുണ്ട്. അതുപോലെ ഒരു സൗഭാഗ്യം എനിക്കും എന്തുകൊണ്ട് കിട്ടിക്കൂടാ എന്ന് സാറിനെ ചുറ്റിപ്പറ്റി നിന്നവർ പല ആളുകളുണ്ട്. പലരും അങ്ങനെയൊക്കെ ചുറ്റിപ്പറ്റി നിന്ന് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച അവിടെ നിന്ന് കിട്ടുമോ എന്നൊക്കെ പറ്റിക്കൂടി നിന്നവരുണ്ട്. ആർക്കും ഒന്നും കിട്ടിയതായിട്ട് എൻ്റെ അറിവിലില്ല. ജ്ഞാനോപദേശം കേട്ട് ഓരോ ജീവനും തത്വവിചാരത്തിലൂടെയാണ് ആത്മസാക്ഷാത്കാരം നേടേണ്ടത്. യസ്യ പുരുഷസ്യ ഏനൈവ ചിരോപാസിതേന ദൈവതേന ഗതിഹി പുനഃപുനരഭിലഷിതസിദ്ധിഃ പ്രാഗഭ്യുദിത തസ്യ പുരുഷസ്യ തേന ദൈവതേന വിനാപി അഗ്രേ ഗതിരഭിലഷിതസിദ്ധിർന ജായതേ ജാതാപി ന ശോഭതേ ശോഭിതാപി പരിണാമേ ന സുഖദാ കഥഞ്ചിത് സുഖപ്രാപ്താവപി പരലോകഹിതാ കദാചന ന ഭവതി. ഉറപ്പിച്ച് തീർത്ത് പറയുകയാണ്, തറപ്പിച്ച് പറയുകയാണ്. രാമ, ഏതൊരു വ്യക്തിക്ക് ഏതൊരു ദേവനെ ഉപാസിക്കുന്നത് വഴി ചില വരങ്ങളും സിദ്ധികളും ഒക്കെ ലഭിച്ചുവോ? എന്തിനാണ് വരം നേടിയത്? ആ സാധകൻ്റെ ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് തപസ്സിലൂടെയും ഉപാസനയിലൂടെയും പല വ്യക്തികളും പല ദേവതകളെയും ആരാധിച്ച് അവരുടെ ആഗ്രഹപൂർത്തി വരുത്തുന്നത്. ഇങ്ങനെ ഏത് ദേവനെയാണ് ഈ വിഭജിത്തുകൾ ഉപാസിച്ചത്? അഗ്നിദേവനെ. ഒന്നായിരുന്ന വിഭജിത്ത് അഗ്നിദേവന്റെ സഹായത്തോടുകൂടി ഹോമകുണ്ഡത്തിൽ നിന്ന് 4 രൂപത്തിൽ പ്രകടമായി. അത് ആരുടെ അനുഗ്രഹം കൊണ്ടാണ്? അഗ്നിദേവന്റെ അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് അഗ്നിയെ ഉപാസിച്ചാണ് ഈ വിഭജിത്ത് ദൃശ്യമണ്ഡലത്തിൻ്റെ അന്ത്യം കാണാൻ തയ്യാറായത്, അതിനു വേണ്ടി അഭിലഷിച്ചത്. ആ സിദ്ധി ആ വിഭജിത്തിന് ലഭിച്ചു. അങ്ങനെ 4 രൂപങ്ങളിൽ അദ്ദേഹം പ്രകടമായി. പ്രാഗ് അഭ്യുദിത. ഇപ്പോൾ ആ ആദ്യം ഉണ്ടായിരുന്ന വിഭജിത്ത് അദ്ദേഹം തന്നെയാണ് 4 രൂപത്തിൽ പ്രകടമായത്. തസ്യ പുരുഷസ്യ തേന ദൈവതേന വിനാപി. ആ വിഭജിത്തിന് അദ്ദേഹം ഉപാസിച്ച ദേവന്റെ സഹായമില്ലാതെ അഗ്രേ ഗതിഹി അഭിലഷിത സിദ്ധിഹി നജായതേ. ആ അഗ്നിദേവന്റെ അനുഗ്രഹമില്ലാതെ ഈ ദൃശ്യങ്ങളുടെ അന്തം സംഭവിക്കുകയില്ല. അഗ്നിദേവനോടാണ് വരം യാചിച്ചത്. ആ ദേവനെ ഉപാസിച്ചതുകൊണ്ട് ഇപ്പം ഞാൻ വിചാരിച്ച് ആത്മജ്ഞാനത്തെ ഉപദേശിച്ചാൽ അതുകൊണ്ട് ഈ വിഭജിത്ത് മുക്തനാകാൻ പോകുന്നില്ല. അഗ്രേ ഗതിരഭിലഷിത സിദ്ധിഹി. അപ്പോൾ ഇനിയുള്ള ഇദ്ദേഹത്തിൻ്റെ യാത്ര, ഇദ്ദേഹത്തിന് മോക്ഷം വേണം എന്ന ഒരാഗ്രഹം ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഞാൻ ശക്തനല്ല. നജായതേ. അങ്ങനെ ഉദ്ദിഷ്ട സിദ്ധി ഇദ്ദേഹത്തിന് ലഭിക്കുകയില്ല. ഇനി അഥവാ എൻ്റെ അനുഗ്രഹം കൊണ്ട് അയാളുടെ ഈ ആഗ്രഹം പൂർത്തിയായാലും നജായതേ ജാതാപി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അഭിലാഷം പൂർത്തീകരിക്കപ്പെട്ടാലും ന ശോഭതേ, അത് ശോഭിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല രാമ. ഇനി ശോഭിതാപി പരിണാമേ ന സുഖത. അത് ഇപ്പോൾ ശോഭിക്കുന്നത് പോലെ തോന്നിയാലും
കാലക്രമത്തിൽ ഭാവിയിൽ അതൊരിക്കലും ഈ വിപശ്യത്തിന് സുഖം നൽകുകയില്ല. കഥഞ്ചിത് സുഖപ്രാപ്താവപി. ഇനി അഥവാ ഇദ്ദേഹം സുഖം നേടിയാൽ തന്നെ പരലോകഹിത കഥാചന നഭവതി. അതദ്ദേഹത്തിൻ്റെ പരലോക ജീവിതത്തിന് ഉതകുകയില്ല. ഓരോരുത്തൻ്റെ തലയിൽ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് മാറ്റിമറിക്കാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. ഇത് നല്ലതുപോലെ മനസ്സിലാക്കുക. ആരെയും പഴിചാരണ്ട, ആരുടെയും നേരെ വിരൽ ചൂണ്ടണ്ട. നമ്മൾ ചെയ്ത പുണ്യപാപങ്ങളുടെ ഫലമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അവനവൻ്റെ പുണ്യപാപ ഫലങ്ങൾ വേറൊരാൾ വിചാരിച്ചാൽ അതിനെ മാറ്റിമറിക്കാൻ സാധ്യമല്ല. പരലോകത്തിൽ ഇയാൾക്ക് സമാധാനവും സ്വസ്ഥതയും ലഭിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇയാൾ ഉടനെ ഒന്നും മുക്തനാകാൻ പോകുന്നില്ല. അതിശക്തമായ അവിദ്യയാണ് ഈ വിപശ്യത്തിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അതുകൊണ്ട് കുറേ ജന്മങ്ങളുടെ ഒടുവിൽ മാത്രമേ ഇദ്ദേഹം മുക്തനാകാൻ പോകുന്നുള്ളൂ. അപ്പം അതിന് അഗ്നിദേവൻ്റെ അനുഗ്രഹവും വേണം. പരലോകഹിത കഥാചന ഭവതി. ഇപ്പോൾ ഈ സന്ദർഭത്തിൽ വ്യാഖ്യാതാവ് 1-2 കാര്യങ്ങൾ പറയുകയാണ്. എന്താണത്? തഥാച ശ്രുതി. ശ്രുതി അല്ലെങ്കിൽ വേദം എന്താ പറയുന്നത്? യസ്വാം ദേവതാം അതിയജതി പ്രസ്വായൈ ദേവതായൈ ച്യവതേ നപരാം പ്രാപ്നോതി പാപീയാൻ ഭവതീതി. ഇത് വേദത്തിൻ്റെ പ്രഖ്യാപനമാണ്. എന്താണ്? ഓരോരുത്തരും ഓരോ ദേവന്മാരെ അല്ലെങ്കിൽ ഓരോ ദേവനെ അല്ലെങ്കിൽ ദേവിയെ ദേവതയെ ഉപാസിക്കുന്നു. ഓരോരോ ഈശ്വര രൂപങ്ങളെയാണ് ഓരോരുത്തരും ആരാധിക്കുന്നത്. രൂപങ്ങളിൽ വ്യത്യസ്തതയുണ്ട് എന്ന് കരുതിയാണ് ഒരു പ്രത്യേക രൂപത്തെ ഓരോ സാധകനും സ്വീകരിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേക രൂപത്തെ ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ യഹാ സ്വാം ദേവതാം അതിയജതി, ആ ദേവതയെ ഇങ്ങനെ ചിരകാലം ഉപാസിച്ചു കൊണ്ടിരിക്കുന്നു. ചിലരുടെ ഇഷ്ടദൈവം ശ്രീരാമനായിരിക്കും, വേറെ ചിലർക്ക് മഹാവിഷ്ണുവായിരിക്കും, വേറെ ചിലർക്ക് ഗണപതിയോ മുരുകനോ ശാസ്താവോ ദേവിയോ ചാമുണ്ടയോ ചോറ്റാനിക്കരമ്മയോ ഒക്കെ ആവും. നിങ്ങൾ ഏത് രൂപത്തിലാണോ ദേവനെ അല്ലെങ്കിൽ ദേവിയെ ഉപാസിക്കുന്നത് ആ ഉപാസന തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ആ ദേവനോ ദേവിയോ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കും. ഇത് നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കണം. നിങ്ങൾ സർവവ്യാപിയായ ഭഗവാൻ എന്നാണോ ഒരു പ്രത്യേക രൂപത്തെ ആരാധിച്ചു തുടങ്ങിയത്? കേവലം മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ആ രൂപത്തെ അംഗീകരിച്ചതെങ്കിൽ തെറ്റില്ല. ദേവി വേറെ, ദേവൻ വേറെ, പാൽക്കുളങ്ങര ശ്രീകൃഷ്ണൻ വേറെ, പത്മനാഭസ്വാമി വേറെ, ശ്രീവരാഹമൂർത്തി വേറെ, ഗുരുവായൂരപ്പൻ വേറെ. എടാ, എല്ലാം ഒരേ കൃഷ്ണൻ, ഒരേ മഹാവിഷ്ണു അല്ലേ? ഈ വേറെ 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 എന്നുള്ള ഭേദചിന്തയോടുകൂടി ഓരോ രൂപത്തെ ഉപാസിക്കാൻ തുടങ്ങിയാൽ ആ രൂപത്തിൽ തന്നെ ആ ദേവതയെ അല്ലെങ്കിൽ ദേവനെ തുടർന്നും ഉപാസിക്കേണ്ടതായി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. കുട്ടിച്ചാത്തനെയോ മാടനെയോ മറുതയെയോ യക്ഷിയെയോ ബ്രഹ്മരക്ഷസിനെയോ ഒക്കെ ഉപാസിച്ചാലും അവർ തിരിച്ചടിക്കും. അവർക്കുള്ള മദ്യമോ മാംസമോ കഞ്ചാവോ ഇതൊക്കെയാണല്ലോ ഈ ദുഷ്ടശക്തികൾക്ക് നിവേദിക്കുന്നത്. അതൊക്കെ കൊടുത്തില്ലെങ്കിൽ അവർ ചുമ്മാതിരിക്കില്ല, നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. അതുകൊണ്ട് ഈശ്വരൻ നമുക്ക് ദ്രോഹമൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ഒരു പ്രത്യേക രൂപത്തിൽ ഒരു ദേവനെ ഉപാസിച്ചു കഴിഞ്ഞാൽ ആ ദേവതയെ തന്നെ തുടർന്ന് ഉപാസിക്കണം. ചിലർക്ക് ഈ കുലദൈവം എന്നൊരു സങ്കല്പമുണ്ട്, ചിലർക്കല്ല, എല്ലാവർക്കും ഉണ്ട്. ഞങ്ങളുടെ കുലദൈവം വെങ്കടാചലപതിയാണ്, അല്ലെങ്കിൽ ശബരിമല ശാസ്താവാണ് ഞങ്ങളുടെ കുലദൈവം എന്ന് പറഞ്ഞാൽ ആ കുലത്തിലുള്ളവർ പരമ്പരയായി ആരാധിച്ചു വന്നിട്ടുള്ളത് ആ ദേവനെയോ അല്ലെങ്കിൽ ദേവിയെയോ ആണ്. ഈ കുലദൈവം എന്നുള്ള സങ്കല്പം
അതിനെ അംഗീകരിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചില കാര്യതടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുലദേവതയെ ചെന്ന് കണ്ടിട്ട്, കുലദൈവത്തെ കണ്ടിട്ട് അവിടെ എന്തെങ്കിലും മന്ത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും പൂജയോ അങ്ങനെയുള്ള വഴിപാടുകളോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറും. ചിലപ്പോൾ, എല്ലാ കേസിലും മാറില്ല. അപ്പോൾ നമ്മളെന്താ പറയുന്നത്? കുലദേവതയുടെ അല്ലെങ്കിൽ കുലദൈവത്തിൻ്റെ അനുഗ്രഹം, ഈ പ്രശ്നം തീർന്നു. അതൊക്കെ നമുക്ക് പ്രത്യക്ഷമായി കാണാൻ കഴിയുന്നത് കൊണ്ട് അതൊന്നും അപ്പാടെ ഇല്ലാത്തതാണ്, അസംബന്ധമാണ്, കെട്ടുകഥയാണ്, അന്ധവിശ്വാസമാണ് എന്നൊന്നും പറഞ്ഞ് തള്ളിക്കളയരുത്. കാരണം പ്രത്യക്ഷമായി ഫലം കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റും? ലോകം മായയാണ്, ശരീരം മായയാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മായയാണ്, വിശപ്പ് മായയാണ്, എല്ലാം മായയാണ്, സമ്മതിച്ചു. പക്ഷേ ഊണ് കഴിച്ച വിശപ്പ് മാറുന്നുണ്ടല്ലോ, അതും മായയാണ് എന്ന് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ? അതും മായയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ജ്ഞാനിയായി കഴിഞ്ഞു എന്നർത്ഥം. വിശക്കുന്നു സാറോ, വല്ലതും വേണം, എന്തെങ്കിലും കൊണ്ടുപോയോ, അയ്യോ വിശക്കുന്നേ. അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അപ്പോൾ ഇങ്ങനെ അനുഭവങ്ങളെ നമുക്ക് നിഷേധിക്കാൻ പറ്റാത്തത് കൊണ്ട് ചില കാര്യങ്ങളെയൊക്കെ നമുക്ക് വിശ്വാസമില്ലെങ്കിലും അംഗീകരിക്കേണ്ടതായി വരും. കാരണം നമുക്ക് പ്രത്യക്ഷമായി ഫലസിദ്ധി കാണാൻ കഴിയുന്നു. യഹാ സ്വാം ദേവതാം അതിയജതി, ആരാണോ തൻ്റെ ദേവതയെ അതിയജനം ചെയ്യുന്നത്. എന്താണ് അതിയജനം എന്ന് പറഞ്ഞാൽ, കൃത്യമായി ഒരു പ്രത്യേക പദ്ധതിയിലൂടെ ഒരു ദേവനെയോ ദേവിയെയോ ഒരാൾ പലകാലമായി പൂജിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. ആ ദേവനെ ബഹിഷ്കരിക്കുകയോ അല്ലെങ്കിൽ ആ ദേവനെ വിട്ടിട്ട് മറ്റൊരു ദേവനെ ഉപാസിക്കാൻ തുടങ്ങിയാൽ ചില തിരിച്ചടികൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അപ്പോൾ നിങ്ങൾ സ്ഥിരമായി ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന ആ ദേവനെ നിഗ്ലക്റ്റ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചാൽ, ആ ദൈവത്തിന് വേണ്ട പൂജയോ നൈവേദ്യമോ ഒക്കെ നൽകാതിരുന്നാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതാണല്ലോ നമ്മൾ സമർപ്പണം എന്ന് പറയുന്നത്, നിവേദ്യം എന്ന് പറയുന്നത്, അതൊക്കെ അതുപോലെ യാഗവും യജ്ഞമൊക്കെ ചെയ്യുമ്പോൾ അതാത് ദേവന്മാർക്കുള്ള ഹവിർഭാഗങ്ങൾ നൽകണം. അഗ്നി, ഇന്ദ്രൻ, വരുണൻ, സോമൻ, ഇങ്ങനെ പല ദേവന്മാരും ഉണ്ടല്ലോ. ആ ദേവന്മാർക്കുള്ള ആഹുതി ആ അഗ്നിയിൽ സമർപ്പിക്കണം. അല്ലെങ്കിൽ ആ ഉപരിശക്തികളായ ദേവന്മാർക്ക് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനായി ഈ ദേവന്മാരെയൊക്കെ ഉപാസിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഉപാസന ആരംഭിച്ചു കഴിഞ്ഞാൽ അത് തുടർന്നു ചെയ്യണം, ഇടയ്ക്ക് വിട്ടുപോകരുത് എന്നർത്ഥം. അതിനെ അവഗണിക്കരുത്. അവർക്ക് നൽകേണ്ട നിവേദ്യമായാലും അതല്ല ഇരുന്നോട്ടെ, ശിവനെ അപമാനിച്ചെങ്കിൽ അദ്ദേഹം സഹിച്ചോളും. ഇത് നമ്മളിപ്പോൾ അതല്ല, നമ്മുടെ ചർച്ചാ വിഷയം അതല്ല. അപ്പം അതാത് ദേവനെ അല്ലെങ്കിൽ ദേവിയെ പലകാലം ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് ആ ദേവനെയോ ദേവിയെയോ ആരാധിക്കുന്നത് വിട്ടുകളയരുത്. പ്രസ്വായൈ ദേവതായൈ ച്യവതേ, ആ ദേവന് നൽകേണ്ടത് നൽകാതിരുന്നാൽ, അദ്ദേഹത്തിൻ്റെ പൂജയ്ക്ക് മുടക്കം വരുത്തിയാൽ, അതിൽ നിന്ന് നാം വ്യതിചലിച്ചാൽ ന പരാം പ്രാപ്നോതി, നമുക്ക് പരമമായ ആ മോക്ഷസ്ഥിതി നേടാൻ പറ്റില്ല. മാത്രമല്ല പാപീയാൻ ഭവതി, നമ്മൾ പാപം ചെയ്തവരായി തീരുകയും ചെയ്യും. ഉപാസന എന്ന് പറയുന്നത് തോന്നുമ്പോൾ ചെയ്യാനും തോന്നുമ്പോൾ വിടാനും ഉള്ളതല്ല. അതിലൊരു നിഷ്ഠ വേണം, ഒരു സ്റ്റഡിനെസ്. സിസ്റ്റമാറ്റിക്കായിട്ട് ദിവസേന ആ പൂജ മുതലായ കർമ്മങ്ങളെ നാം ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വേണം.
ഇനി അഭിയുക്താശ്ചാഹുഹു, അറിവുള്ളവർ അവരും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ത്വാം അതിയജേത ഭഗവൻ യഹ് കുലദൈവം ദ്വിജാതികുലജാതഃ ഉഭയഭ്രഷ്ടോ നശ്യേത് അഭ്യുദയോപാംശുയാജ വത്സജ്ജഡഃ. അറിവുള്ളവരും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ത്വാം അതിയജേത ഭഗവൻ, അല്ലയോ ഭഗവാനെ, അങ്ങയെ കുറച്ചു കാലം ആരാധിച്ചിട്ട് പിന്നെ വിട്ടുകളയുന്നവർ, വഴിമധ്യത്തിൽ ഉപേക്ഷിക്കുന്നവർ, നന്ദികേട് കാണിക്കുന്നവർ എന്നർത്ഥം. ഈശ്വരനോട് നന്ദികേട് കാണിക്കരുത്. നിങ്ങളാണല്ലോ ഈ പൂജ ആരംഭിച്ചത്, അദ്ദേഹം നിങ്ങളോട് ആവശ്യപ്പെട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങളായിട്ട് തുടങ്ങി വെച്ച ഒന്നിനെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഉപേക്ഷിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. കുലദൈവം ദ്വിജാതി കുലജാതഃ, ദ്വിജന്മാർ അവരുടെ കുലദൈവത്തെ ഉപാസിക്കുക തന്നെ വേണം എന്നാണ് വേദങ്ങളും അറിവുള്ളവരും പറയുന്നത്. അങ്ങനെ ഉപേക്ഷിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഉഭയഭ്രഷ്ട, രണ്ടിടത്തു നിന്നും നിങ്ങൾ പതിച്ചു പോകും. നിങ്ങൾക്ക് മോക്ഷവും നേടാൻ കഴിയില്ല, ഈ ഈശ്വരാരാധനയുടെ മാർഗത്തിൽ മുന്നേറാനും കഴിയില്ല. കാരണം നിങ്ങൾ ഉള്ളതിനെയും കൂടെ കളഞ്ഞു കുളിച്ചു. ഇപ്പോൾ ഇതുമില്ല അതുമില്ല. രാജാവ് കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ച് സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് സ്ത്രീയുടെ കഥ പോലെയായിത്തീരും നിങ്ങളുടെ അവസ്ഥ. രാജാവ് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തു. രാജാവിനെ കെട്ടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ചു. രാജാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. തീർന്നില്ലേ? അതുമില്ല ഇതുമില്ല. അങ്ങനെ അതിനാണ് ഭ്രഷ്ടർ എന്ന് പറയുന്നത്. രണ്ട് സ്ഥലത്ത് നിന്നും പതിച്ചു പോയവർ. നശ്യേത്, അവർ നശിച്ചു പോകും. അഭ്യുദയോപാംശു യാജവത് സ ജഡഃ, അവർക്ക് ജീവിതത്തിൽ അഭ്യുദയമുണ്ടാവില്ല. അവർ ആരെപ്പോലെയെന്നോ, യാഗം ചെയ്യുമ്പോൾ യാഗമന്ത്രങ്ങൾ, ആ യജ്ഞത്തിൽ ഉച്ചരിക്കേണ്ട മന്ത്രങ്ങൾ ഉച്ചത്തിൽ ചൊല്ലണമെന്നാണ്. അത് ആ മന്ത്രങ്ങളെ നമ്മൾ മന്ത്രിക്കരുത്. വാസ്തവത്തിൽ മന്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം മന്ത്രിക്കപ്പെടേണ്ടത് എന്നാണ്. പക്ഷേ യാഗം യജ്ഞം തുടങ്ങിയ അങ്ങനെ ഒരു പബ്ലിക് ഫങ്ഷനിൽ മന്ത്രങ്ങളെ ചുണ്ടുകൾ മാത്രം അനക്കി ഉച്ചരിക്കരുത്, ഉച്ചത്തിൽ തന്നെ ചൊല്ലണം. അങ്ങനെ ഉച്ചത്തിൽ ചൊല്ലാതെ ഉപാംശുവായി ചൊല്ലിയാൽ, ഉപാംശു എന്ന് പറഞ്ഞാൽ ശബ്ദം കുറച്ച് തനിക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ മന്ത്രിച്ചാൽ അയാൾക്ക് ആ യാഗം ചെയ്തതിൻ്റെ ഫലം കിട്ടുകയില്ല. നമ്മൾ വ്യക്തിപരമായി ചെയ്യുന്ന മന്ത്രജപമാണ് മറ്റുള്ളവർ കേൾക്കാതെ വളരെ രഹസ്യമായിട്ട് ചെയ്യേണ്ടത്. പക്ഷേ യാഗം യജ്ഞം തുടങ്ങിയവയൊക്കെ ദേവന്മാരുടെ പ്രീതി നേടാനായി പൊതുവായി ഒരു സഭയിൽ പല ആളുകളുടെ മധ്യത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ്. അവിടെ ആ മന്ത്രങ്ങളെ ഉച്ചത്തിൽ തന്നെ ചൊല്ലണം. അങ്ങനെ ചൊല്ലാത്തവൻ ജഡനാണ്, വിഡ്ഢിയാണ്, ബുദ്ധിഹീനനാണ്. അവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ലഭിക്കുകയില്ല എന്ന് ശാസ്ത്രങ്ങളും അല്ലെങ്കിൽ വേദങ്ങളും വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. വിപശ്ചിതോഗ്നിശരണം തത്പ്രവേശാദയം മൃഗഃ പൂർവരൂപമവാപ്നോതി നിർമ്മലം കനകം യഥാ. ഈ വിപശ്ചിത്തിന് തൻ്റെ പൂർവ്വരൂപം കിട്ടണമെങ്കിൽ, അതായത് ആ വിപശ്ചിത്തിൻ്റെ ശരീരം കിട്ടണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഈ മാൻ അഗ്നിപ്രവേശം ചെയ്യണം, ആ തീയുടെ ഉള്ളിലേക്ക് എടുത്ത് ചാടണം, ഈ ശരീരം നശിപ്പിക്കണം. എന്നാൽ മാത്രമേ വിപശ്ചിത്തിൻ്റെ ആ രൂപം ഈ മാനിന് നേടാൻ കഴിയൂ. വിപശ്ചിതോഗ്നി ശരണം, അഗ്നിയെ തന്നെ ഈ മാൻ ശരണം പ്രാപിക്കണം. തത് പ്രവേശാദയം മൃഗഃ, ആ അഗ്നിയിൽ പ്രവേശിക്കുന്നത് കൊണ്ട്, ആ തീയിൽ ചാടുന്നത് കൊണ്ട് പൂർവ്വരൂപം അവാപ്നോതി, തൻ്റെ പഴയ രൂപം ഈ വിപശ്ചിത്തിന് തിരിച്ചു കിട്ടും. നിർമ്മലം കനകം യഥാ, സ്വർണത്തിലുള്ള അശുദ്ധി എങ്ങനെയാണ് നീക്കുന്നത്? അതിനെ ഉരുക്കിയിട്ടാണ്, അഗ്നിയിലിട്ട് ഉരുക്കി അതിലുള്ള മാലിന്യങ്ങളെയൊക്കെ ഈ സ്വർണ്ണപ്പണിക്കാർ നീക്കം ചെയ്യുന്നത് പോലെ
ഉള്ളിലുള്ള പാപക്കറ, അവിദ്യ നഷ്ടമാകണമെങ്കിൽ അഗ്നിയെ തന്നെ ശരണം പ്രാപിക്കണം. എന്ന് പറഞ്ഞാൽ ഈ മാൻ അഗ്നിപ്രവേശം ചെയ്യണം. ഇതാണ് വസിഷ്ഠ മഹർഷിയുടെ അഭിപ്രായം. ശരണം ഇഷ്ടാർത്ഥപ്രദാനേന രക്ഷിത. അഗ്നിദേവനെ ഉപാസിച്ചാണല്ലോ 4 രൂപത്തിൽ ഒരേ വിഭശ്ചിത്ത് പ്രകടമായത്. ഇപ്പോൾ പഴയ വിഭശ്ചിത്തിൻ്റെ രൂപം അല്ലെങ്കിൽ അയാളുടെ സ്വന്തം രൂപം കിട്ടാനായി അഗ്നിയെ തന്നെ ശരണം പ്രാപിക്കണം. അഗ്നിക്ക് മാത്രമേ ഇയാളുടെ ആഗ്രഹം, ഈ മാനിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. പൂർവ്വരൂപം പ്രാക്തന വിഭശ്ചിദ്ദേഹം, നേരത്തെ ഉണ്ടായിരുന്ന വിഭശ്ചിത്തിൻ്റെ ശരീരം ഈ മാനിന് ലഭിക്കണമെങ്കിൽ അഗ്നിയിൽ ചാടുകയല്ലാതെ വേറെ മാർഗമില്ല. കരോമ്യേതദഹം സർവം ദൃശ്യതാം ദർശയാമിവഹ അഗ്നിപ്രവേശം ഹരിണഃ കരോത്യേഷോധുനാ പുരഃ. ഈ മാൻ അഗ്നിപ്രവേശം ചെയ്യാനുള്ള സൗകര്യങ്ങൾ രാമ ഞാൻ ഉണ്ടാക്കിത്തരാം. അഗ്നി ജ്വലിപ്പിക്കാതെ എങ്ങനെയാണ് അഗ്നിയിൽ ഈ മാൻ പ്രവേശിക്കുക? കരോമ്യേതദഹം സർവം. ഈ മാനിൻ്റെ അഗ്നിപ്രവേശത്തിന് വേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കങ്ങളും ഞാൻ ചെയ്യാം. ദൃശ്യതാം, നീ നോക്കിക്കൊള്ളൂ. ദർശയാമിവഹ, നിങ്ങളെയെല്ലാം ഞാൻ കാണിച്ചു തരാം. ഈ മാൻ എങ്ങനെയാണ് അഗ്നിയിൽ പ്രവേശിക്കുന്നത്. ഏതെങ്കിലും മാൻ സ്വയം അഗ്നിയിൽ ചെന്ന് പതിക്കുമോ? അവയ്ക്ക് വിവേകമില്ലെങ്കിലും ആത്മനാശത്തെ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ മാൻ അഗ്നിയിൽ പ്രവേശിച്ചാൽ വിഭശ്ചിത്തിൻ്റെ പൂർവ്വരൂപം നേടാൻ കഴിയുകയുള്ളൂ. അഗ്നിപ്രവേശം ഹരിണഃ കരോത്യേഷോധുനാ പുരഃ. ഇതാ നിങ്ങളൊക്കെ കണ്ടു നിൽക്കവേ തന്നെ ഇപ്പോൾ ഈ മാൻ അഗ്നിയിൽ പ്രവേശിക്കുന്നതാണ്. വസിഷ്ഠ മഹർഷിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ മാൻ അഗ്നിയിൽ ചാടാൻ ഒരിക്കലും ഭയപ്പെടില്ല. സന്തോഷത്തോടുകൂടി തൻ്റെ ഉപാസനാമൂർത്തിയായ അഗ്നിയുടെ ഉള്ളിലേക്ക് ഈ മാൻ തനിയെ ചെന്ന് പതിക്കും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വസിഷ്ഠ മഹർഷി അഗ്നിപ്രവേശത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ആ ഭാഗം നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം.